Good morning everyone. In the previous video we discussed about the introduction to the topic logistic management. In this video we are going to discuss the different concepts and elements of logistic management. So first of all we can discuss the concepts of logistic management. Basically there are four concepts: system concept, total cost concept, trade-off concept and profit concept. So we can discuss the system concept first. ഇപ്പോൾ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളാണ് ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ പല പല കൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ സിസ്റ്റം കൺസെപ്റ്റ്, പ്രധാനമായിട്ടും ഈ കൺസെപ്റ്റ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ സിസ്റ്റമാണ്. ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ പല പല ആക്ടിവിറ്റീസിനെയും ഒരു സബ് സിസ്റ്റമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല സബ് സിസ്റ്റത്തിൻ്റെ ഒരു ടോട്ടൽ കോർഡിനേറ്റഡ് എഫേർട്ടാണ് ആസ് എ ഹോൾ സിസ്റ്റം ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് കാണുന്നത്. സോ ദി എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ദി ഓൾ സബ് സിസ്റ്റംസ് വിൽ ഹെൽപ്സ് ദി ടോട്ടൽ സിസ്റ്റം. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്പ് ദി ടോട്ടൽ ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ടു ഫങ്ഷൻ വെൽ എന്നുള്ളതാണ് ഈ സിസ്റ്റം കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആസ് പെർ ദിസ് കൺസെപ്റ്റ് ലോജിസ്റ്റിക് ഈസ് എ സിസ്റ്റം ഓഫ് സെവറൽ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആക്ടിവിറ്റീസ്. ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആ ഫംഗ്ഷനിൽ നമ്മൾ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയും ഒരു സബ് സിസ്റ്റമായിട്ടാണ് ഈ കൺസെപ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ലോജിക് സിസ്റ്റം ഈസ് നോൺ ആസ് സബ് സിസ്റ്റംസ്. അപ്പോൾ ഈച്ച് ആക്ടിവിറ്റി ഓർ ദിസ് സബ് സിസ്റ്റം കോൺട്രിബ്യൂട്ട് ഇൻ ഇറ്റ്സ് ഓൺ വേ ഫോർ ദി എഫിഷ്യൻറ്റ് പെർഫോമൻസ് ഓഫ് ദി ലോജിസ്റ്റിക് സിസ്റ്റം ഈ കൺസെപ്റ്റ് പ്രകാരം. അപ്പം നമ്മൾ ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്ത്? ടു ടൈംലി സ്പീഡി ഡെലിവറി ഓഫ് ദി പ്രോഡക്റ്റ് ടു ദ കസ്റ്റമർ അറ്റ് മിനിമം കോസ്റ്റ് ആൻഡ് ക്രിയേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻ കസ്റ്റമർ ആൻഡ് ദസ് ക്രിയേറ്റ് പ്രോഫിറ്റ്. ഏറ്റവും സ്പീഡി ഡെലിവറി, ഏറ്റവും റിഡ്യൂസ്ഡ് കോസ്റ്റിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ വഴിവെക്കുക, അതുവഴിയായിട്ട് പ്രോഫിറ്റിലേക്കും. സോ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് the subsystems perform in a well combined way. അങ്ങനെയാണെങ്കിൽ മാത്രമേ സബ്സിസ്റ്റംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സാധ്യമാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ ദ എഫിഷ്യൻസി ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദി എഫിഷ്യൻസി ഓഫ് ഇറ്റ് സബ്സിസ്റ്റംസ് ഓർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതാണ് ഈ സിസ്റ്റം കൺസെപ്റ്റ് പറയുന്നത്. അടുത്തിലേക്ക് പോകുകയാണെങ്കിൽ ടോട്ടൽ കൺസെപ്റ്റാണ്. ഈ ടോട്ടൽ കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ടോട്ടൽ കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സിൽ ഈ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്. ആസ് പെർ ദിസ് കൺസെപ്റ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് എ ടൂൾ ടു റെഡ്യൂസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്. ഈ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് ദ കോസ്റ്റ് റിഡക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഓർ എലമെൻറ്റ്സ് but the reduction of the total cost of the in the entire logic system. അപ്പം നമ്മൾ നേരത്തെ സിസ്റ്റം കൺസെപ്റ്റിൽ പറഞ്ഞു പല സബ്സിസ്റ്റത്തിനുണ്ട് അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മൾ ടോട്ടൽ ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിൽ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ മൊത്തത്തിലുള്ള ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് മാത്രം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഓവറോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനാവണം. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് മൊത്തത്തിലുള്ളതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ദാറ്റ് വിൽ ലീഡ് ടു ദി ഇൻക്രീസ് ഇൻ ദി കോസ്റ്റ് ഓഫ് അനദർ ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സിസ്റ്റം അല്ലെങ്കിൽ പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് കുറയ്ക്കുന്നത് ശ്രദ്ധിക്കാതെ മൊത്തത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബിക്കോസ് ദ റിഡക്ഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് വൺ എലമെൻറ്റ് മേ റിസൾട്ട് ഇൻ ദി ഇൻക്രീസ് ഇൻ ദി കോസ്റ്റ് ഓഫ് അനദർ എലമെൻറ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയർ ഹൗസിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു കുറവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. കാരണം വെയർ ഹൗസിങ് കോസ്റ്റ് നമ്മൾ സ്റ്റോറേജും മറ്റ് കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കോസ്റ്റ് കുറയും. പക്ഷേ ദാറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ആക്ടിവിറ്റിയുടെ കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് ദ കോസ്റ്റ് റിഡക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ എലമെൻറ്റ്
but the reduction of the total cost. So activities should be planned and executed in such a manner that the total cost of logistics is kept to the minimum. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ ഊന്നിയുള്ള ഒരു കൺസെപ്റ്റായിട്ട് പറയുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് കുറയ്ക്കാൻ മിനിമൈസ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് അവിടെ പറയുന്നു. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ട്രേഡ് ഓഫ് കൺസെപ്റ്റാണ്. As per this concept, the logistical decisions are based on trade-off between different alternatives. Choosing a particular alternative can have a positive as well as a negative effect. ട്രാൻസ്പോർട്ടേഷൻ ത്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും നമുക്ക് ഈ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പല ഏത് ഓൾട്ടർനേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു പോസിറ്റീവും നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി, ദ ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ ബി ഡൺ ത്രൂ ഫാസ്റ്റർ മോഡ്സ്. Faster modes will involve high cost, but it will help to improve the level of responsiveness. So an ideal combination of alternative is to be chosen so that overall cost is minimized and quality of the customer service is maximized. നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ഇപ്പം ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ട്രാൻസ്പോർട്ടേഷനിൽ. അത് ഹൈ കോസ്റ്റാണ്, പക്ഷേ പെട്ടെന്ന് സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും, റൈറ്റ്? അപ്പോൾ അവിടെ ഹൈ കോസ്റ്റ് എന്നുള്ളതൊരു നെഗറ്റീവ് ഇതാണ്. പോസിറ്റീവ് എന്താണ്? ഹൈ റെസ്പോൺസീവ്നെസ് ആണ്, പെട്ടെന്ന് സാധനം എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് പകരമായിട്ട് നമ്മൾ ബൈ റോഡ് യൂസ് ചെയ്യുകയാണെങ്കിലോ അതിന് കമ്പാരിറ്റീവ്ലി ലെസ് കോസ്റ്റാണ്, പക്ഷേ റെസ്പോൺസീവ്നെസ് എന്ത് പറ്റും? റെസ്പോൺസീവ്നെസ് കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സിനെ ചൂസ് ചെയ്യുമ്പോൾ an ideal combination of alternative is to be chosen so that the overall cost is minimized and quality of customer service is maximized. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഒരു ചൂസ് ചെയ്യുമ്പോൾ, ഓൾട്ടർനേറ്റീവ്സിനെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എല്ലാം ഫ്ലൈറ്റ് മോഡിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് റോഡ് ബൈ റോഡ് മോഡും കാര്യങ്ങളും ആലോചിക്കണം. ചില പ്രോഡക്റ്റ്സ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മറ്റേതിലേക്ക് പോവുക, അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ബൈ റോഡ് അല്ലെങ്കിൽ ബൈ റെയിൽ അങ്ങനെയിലേക്ക് പോവുക. അപ്പോൾ ഒരു ട്രേഡ് ഓഫ് നമ്മളൊരു മൊത്തത്തിലൊരു ബാലൻസിങ് നേച്ചർ വേണം എന്നുള്ളതാണ് അവിടെ ലോജിസ്റ്റിക്സിൽ പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കൺസെപ്റ്റാണ്. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് ടു അസസ് ദ ജനറേഷൻ ഓഫ് മാക്സിമം പ്രോഫിറ്റ് ടു ആൻ ഓർഗനൈസേഷൻ. ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക് ഹെഡ്സ് to reduce the total logistics cost, which in turn reduces the cost of supply chain. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം കോസ്റ്റിൽ നമ്മൾക്ക് സാധനങ്ങൾ എത്തിക്കുകയും അതുവഴിയായിട്ട് പ്രോഫിറ്റ് എയിം ചെയ്യുകയും ചെയ്യുന്ന ദ അൾട്ടിമേറ്റ് എയിം ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ദിസ് പ്രോഫിറ്റ് കൺസെപ്റ്റ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് കൺസെപ്റ്റ്, ട്രേഡ് ഓഫ് കൺസെപ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് സിസ്റ്റം കൺസെപ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സിലേക്ക് പോവാം. എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൽ പ്രധാനമായിട്ടും ഈ പർട്ടിക്കുലർ സംഗതികളെല്ലാം ഒരുമിച്ചുള്ള ഫംഗ്ഷനിങ് ആണ് നമ്മൾക്ക് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർ ഫംഗ്ഷനിങ് എന്ന് തന്നെ നമുക്ക് പറയാം. ലോജിസ്റ്റിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ എലമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ടുഗദർ. അതിലേതൊക്കെയാണ്? ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, ഇൻഫോർമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെൻട്രി, പാക്കേജിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ ദർ ആർ ഓൾമോസ്റ്റ് 7 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് 1 by 1 ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതിൽ ഒന്നാമത്തത് എന്താണ്? ഓർഡർ പ്രോസസ്സിംഗ് ആണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഓർഡർ എന്നുള്ളതാണ്. സോ ദ റിസീപ്റ്റ് ഓഫ് ഓർഡർ ഇനീഷ്യേറ്റ്സ് ദ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ഡയറക്ട്സ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷൻസിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഒരു റിസീപ്റ്റ് ഓഫ് ഓർഡർ കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു ഓർഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണല്ലോ, ആ റിസീപ്റ്റ് ഓഫ് ഓർഡർ കിട്ടിയാലാണ് ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെയും അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു ഫ്ലോ ഈ ഓർഡർ റെസിപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ മുതലാണ്. പിന്നെ എന്താണ് ഓർഡർ? ഓർഡർ ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫോംസ് ദ ബേസിസ് ഫോർ ഓൾ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്. എല്ലാ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ഓർഡറാണ്. ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലാണ്. ആ ഓർഡർ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റാണ്. അതെന്താ പറയുന്നത്? കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റാണ്. എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന സമയത്താണ് കിട്ടേണ്ടതെന്നുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ ഓർഡർ. ആൻഡ് ഓർഡർ ഈസ് എ റിക്വസ്റ്റ് ഫോർ സപ്ലൈയിങ് പ്രോഡക്ട്സ് അലോങ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോർ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ആ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സ്റ്റെപ്സാണ്. ഒന്ന് ഓർഡർ റിസീവ് ചെയ്യുക, പല ഓർഡറുകളുണ്ടാവും, അത് സോർട്ട് ചെയ്യുക, അസംബ്ലിങ് ആൻഡ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ആ ഓർഡർ പ്രകാരം പ്രോഡക്ട്സ് ഗുഡ്സ് അസംബിൾ ചെയ്ത് ഡെലിവറി ചെയ്യുക,
ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുക, അത് സെൻഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുക. ഇതാണ് ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Information is essential to carry out all logistical activities from the stage of procuring materials to the stage of delivering finished products. നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദ സപ്ലയർ ടു ദ കസ്റ്റമർ ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ടു ദ ഫ്രം ദ എൻഡ് പോയിൻറ്റ് ടു ഫ്രം ദ ബിഗിനിങ് പോയിൻറ്റ് ടു ദി എൻഡ് പോയിൻറ്റ്, ഒറിജിൻ ടു എൻഡ്. അതാണ് എന്താണ് സ്റ്റേജ് ഓഫ് പ്രൊക്യൂറിങ് മെറ്റീരിയൽ. സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് മുതൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള അതിനൊക്കെ ഇൻഫോർമേഷൻസ് വളരെയധികം ആവശ്യമാണ്. ഇൻഫോർമേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ 3 ഏരിയാസ് ഓഫ് ലോജിസ്റ്റിക്സ്. ഒന്ന് പ്ലാൻ ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ. ഒന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡെലിവറി മറ്റ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ നീഡ് മറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫേമിലുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ. അതിന് ശേഷം അതിനെ ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുവരാൻ, അതിനെ പെർഫോമൻസ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇൻഫോർമേഷൻ? കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് റോ ആയിട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? നോ. അതിനെ അനാലിസിസ് നടത്തണം, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ നടക്കണം. എന്നിട്ട് അപ്പോൾ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, അതിനെ അനാലിസിസ് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ, ഒരു ഇൻഫോർമേഷൻ, ഒരു വിവരം അതിൽ ശേഖരിക്കുക, ആ വിവരം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻഫോർമേഷനിൽ വരിക. അടുത്തത് ട്രാൻസ്പോർട്ടേഷനാണ് നെക്സ്റ്റ് എലമെൻറ്റ്. ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ദ മൂവ്സ് മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് ഫ്രം ദെയർ സോഴ്സസ് ടു ദ പ്ലേസ് വെയർ ദേ ആർ റിക്വയർഡ്. ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ സോഴ്സിൽ നിന്ന് അത് ആവശ്യമുള്ള സ്ഥലത്തിലേക്ക് എത്തിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാത്രമല്ല, റോ മെറ്റീരിയൽ സപ്ലയറിൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ അത് സോഴ്സിലാണ് നിൽക്കുന്നത്. അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക്, ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് ആ റോ മെറ്റീരിയൽസിൽ എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അതാണ് അത് ആവശ്യമുള്ള സ്ഥലം. അവിടെ നിന്ന് അത് പ്രോസസ്സ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഴ്സാണ്. ആ പോയിന്റിൽ നിന്ന് കടകളിലേക്ക്, കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ അതാണ് അത് ആവശ്യമുള്ള സ്ഥലം, വേർ ദേ ആർ റിക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ മാത്രമല്ല, റോ മെറ്റീരിയൽസിൻ്റെ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ, അതേപോലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മൂവ്സ് മെൻ ആൻഡ് മെറ്റീരിയൽ ആൻഡ് പ്രോഡക്ട്സ് ക്ലോസ് ടു മേക്ക് എക്സ്ചേഞ്ച് പോസിബിൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സെലക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് മോഡ്സ്. പല ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് പല ട്രാൻസ്പോർട്ട് മോഡ്സും നമുക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് റെയിൽ മാർഗമുണ്ട്, റോഡ്, വാട്ടർ, എയർവേസ്, അങ്ങനെ പല ട്രാൻസ്പോർട്ടേഷൻ വഴികളും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ചൂസ് ചെയ്യേണ്ട പല ഫാക്ടേഴ്സ് ഉണ്ട്. സ്പീഡ് ഒരു ഘടകമാണ്. സ്പീഡ്, ഇറ്റ് റെഫേഴ്സ് ടു ദി ടൈം റിക്വയർഡ് ഫോർ ട്രാൻസ്പോർട്ടിങ് ദ പ്രോഡക്റ്റ്. നമുക്ക് എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി പറയുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബിറ്റ്വീൻ എനി ഗിവൺ പെയർ ഓഫ് ലൊക്കേഷൻസ്. നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഏറ്റവും എളുപ്പം ഫ്ലെക്സിബിൾ ആകുന്നത് ചിലപ്പോൾ റോഡിനേക്കാളും നല്ലത് ചിലപ്പോൾ റെയിൽ മാർഗ്ഗമാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2 പോർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം വാട്ടർ വേസ് ആയിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിക്സ്ഡ് സ്കെഡ്യൂൾ പ്രകാരം തന്നെ നീങ്ങാൻ ഡിപ്പെൻഡബിൾ ആയിരിക്കണം ആ ട്രാൻസ്പോർട്ടേഷൻ മാർഗം എന്നുള്ളത്. കറക്റ്റ് സമയത്ത് അത് നമ്മൾ പറഞ്ഞ സ്കെഡ്യൂൾ ചെയ്ത പോലെ തന്നെ സംഗതി ഡിപ്പെൻഡബിൾ ആണോ, എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു ക്യാരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു പ്രോഡക്റ്റ്, അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്തത് തന്നെ എന്നുള്ളതാണ്. പിന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സ്കെഡ്യൂൾഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. പല തവണയായിട്ട് നമുക്ക്, ഒരു തവണ മാത്രമല്ല പല തവണയായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മോഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ. പിന്നെ ഓഫ് കോഴ്സ് സേഫ്റ്റിയും കോസ്റ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. മിനിമം കോസ്റ്റിൽ മാക്സിമം സേഫ്റ്റിയിൽ മാക്സിമം സ്പീഡിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻബൗണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഔട്ട് ബൗണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇൻബൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫേമിലേക്ക് വരിക. നമ്മൾ റോ മെറ്റീരിയൽസ് സപ്ലയറിൻ്റെ അടുത്ത് പോകുന്ന അത് ഫേമിലേക്ക് എത്തിക്കുന്നത് ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടാണ്. ഔട്ട് ബൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് ഔട്ട് ബൗണ്ട് ട്രാൻസ്പോർട്ടാണ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സുകളുടെ ട്രാൻസ്പോർട്ട്. ഒരു കമ്പനിയിൽ തന്നെ പല പ്രൊഡക്ഷൻ സ്റ്റേജസിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടാണ് ഈ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ്. അടുത്തത് വെയർ ഹൗസിങ്ങിലേക്ക് പോകാം. വെയർ ഹൗസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെയർ ഹൗസിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറിങ് ഗുഡ്സ് വിത്ത് എ വ്യൂ
to protecting them from damages and theft and holding them for future. ഡാമേജസും തെഫ്റ്റും മറ്റ് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിനെ ഫ്യൂച്ചറിലേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വെയർ ഹൗസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദ ഫേംസ് ടു അഡ്ജസ്റ്റ് ദ സപ്ലൈ ഓഫ് പ്രോഡക്ട്സ് ടു ദ ഡിമാൻഡ്. നമുക്ക് കൃത്യമായിട്ടൊരു മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് റിലീസ് ചെയ്താൽ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മളത് വെയർ ഹൗസിൽ സൂക്ഷിക്കുക, എന്നിട്ട് ഡിമാൻഡുള്ള സമയത്ത് ഇറക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു വഴി കൂടിയാണ് വെയർ ഹൗസിങ്. Stocking is also essential to meet any expected increase in demand. Warehousing enables producers to get good prices for their products by storing them until prices improve in the market. നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വന്ന സമയത്ത് മാർക്കറ്റിൽ ഇടിവായിരിക്കും, ആ സമയത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കാം. അപ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് അത് വെയർ ഹൗസിൽ സൂക്ഷിച്ചു വെക്കുകയും അതിന് ശേഷം വില ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കുകയും ചെയ്യാൻ നമ്മളെ വെയർ ഹൗസിങ് സഹായിക്കുന്നു. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡാമേജിൽ നിന്നും തെഫ്റ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക, അതിനെ ഹോൾഡ് ചെയ്യുക ഫ്യൂച്ചറിലേക്ക്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെയർ ഹൗസിങ്ങിൻ്റെ ലക്ഷ്യം. ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് ഉണ്ട്, പ്രൈവറ്റ് വെയർ ഹൗസസും ഉണ്ട്, പബ്ലിക്കലി ഓൺഡ് ആയിട്ടുള്ള വെയർ ഹൗസസും ഉണ്ട്. പിന്നെ ഇൻവെൻട്രിയിലേക്ക് പോവുകയാണ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും റോ മെറ്റീരിയൽസ് ഉണ്ടാവും, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. ഈ മൂന്നും കൂടി കൂടിയതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ആൻ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ഇസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ എപ്പോഴും ഇൻവെൻട്രി എന്ന് പറയുന്നത് കൃത്യമായ ഒരു അളവിൽ കൃത്യമായിട്ട് നമുക്കൊരു ഇൻവെൻട്രി വേണം, റോ മെറ്റീരിയൽ വേണം, വർക്കിംഗ് പ്രോഗ്രസ് വേണം, ഫിനിഷ്ഡ് ഗുഡ്സ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ഇൻവെൻട്രി ഉണ്ടെങ്കിലോ ലാർജ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഹെൽപ്സ് ടു ഫുൾഫിൽ ദ കസ്റ്റമർ ഓർഡേഴ്സ്. പെട്ടെന്ന് തന്നെ ഓർഡറൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും, പക്ഷേ എന്താണ് ഡിലേ ഒന്നും ഇല്ലാതെ. പക്ഷേ അതിന് ഹ്യൂജ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് വരും. പക്ഷേ സ്മോൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റൊക്കെ കുറവായിരിക്കും, പക്ഷേ കസ്റ്റമറിൻ്റെ നീഡ് എപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചോണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ ബാലൻസ് ഷുഡ് ബി മെയിൻ ബിറ്റ്വീൻ ദിസ് ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ദാറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഇതിൻ്റെ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും. അപ്പോൾ ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല ടെക്നിക്കുകളുണ്ട്. ലൈക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, ABC അനാലിസിസ് ഉണ്ട്, JIT ഉണ്ട്, ജസ്റ്റ് ഇൻ ടൈം, ഇങ്ങനെ പലതുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. EOQ ഈസ് ദ ഐഡിയൽ ക്വാണ്ടിറ്റി ടു ബി ഓർഡർഡ് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും മിനിമൈസ്ഡ് കോസ്റ്റിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എത്രയാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ 100 കിലോ ഓർഡർ ചെയ്യുന്നതിലും നമുക്ക് മെച്ചം 1000 കിലോ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം how much order of the material should be ordered, how much quantity of the material should be ordered. അതാണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത്. ഐഡിയൽ ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അതാണ് എക്കണോമിക് ഓർഡർ. അപ്പോൾ നമുക്കൊരു EOQ കണ്ടുപിടിക്കുന്ന വഴിയായിട്ട് ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യേണ്ട എന്തോരം ക്വാണ്ടിറ്റി വേണോ എന്നുള്ള ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുക. ഇത് പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് ഉണ്ട്, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ആണ്. എന്താണ് ഓർഡറിങ് കോസ്റ്റ്? ഇറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് പ്ലേസിങ് ഓർഡേഴ്സ് വിത്ത് ദ സപ്ലയർ. ഓക്കെ, അത് ഫിക്സഡ് ആണ്, ഓരോ ഓർഡറിനും അത് ഫിക്സഡ് തന്നെയാണ്, അല്ല ഓർഡർ കൂടുന്നതനുസരിച്ച് മാറുന്നില്ല. ക്യാരിയിങ് കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ ഓർഡറിൻ്റെ കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് ഓർഡറിങ് കോസ്റ്റ് മാറുന്നില്ല. ക്യാരിയിങ് കോസ്റ്റ് പക്ഷേ വേരിയബിൾ ആണ്. എന്ത് ക്വാണ്ടിറ്റി 1000 കിലോയുടെ ഓർഡറിങ് 1000 കിലോയുടെ ഈ ക്യാരിയിങ് കോസ്റ്റും 10000 കിലോയുടെ ക്യാരിയിങ് കോസ്റ്റും വ്യത്യാസമായിരിക്കും. 10000 കിലോ ക്യാരിയിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുക എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത്. ഓർഡർ സൈസ് വളരെ ചെറുതാണെങ്കിലോ എന്ത് സംഭവിക്കും? ഓർഡർ സൈസ് വളരെ ചെറുതാണെങ്കിൽ റിസൾട്ടിങ് ഇൻ ദ ഇൻക്രീസ് ഇൻ ഓർഡറിങ് കോസ്റ്റ് ബട്ട് ദെൻ ദ ക്യാരിയിങ് കോസ്റ്റ് വിൽ ബി ലോ. അങ്ങനെയാണ് സംഭവിക്കുക. നമ്മൾ ഓർഡറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിങ് സൈസ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വീണ്ടും ഓരോരോ ഓർഡറുകൾ പ്ലേസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസിങ് ഓർഡറിങ് കോസ്റ്റ്. പക്ഷേ ഓരോ തവണയുള്ള ഓർഡറിങ് കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ, സൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓർഡർ സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ വീണ്ടും പല ഓർഡറുകൾ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് അവിടെ കൂടും. പക്ഷേ അവിടുത്തെ മെച്ചം എന്താണ്? ഓർഡർ സൈസ് ചെറുതാണെങ്കിൽ അത് ക്യാരിയിങ് കോസ്റ്റ് നമ്മൾക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഓർഡർ സൈസ് വലുതാണെങ്കിലോ,
ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇറക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് പല പല ഓർഡറുകൾ പ്ലേസ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഓർഡറിങ് കോസ്റ്റ് അവിടെ കുറയും. പക്ഷേ ഹ്യൂജ് ഇൻവെൻട്രി ആണ് വരുന്നത്, അപ്പോൾ നമുക്കതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് കൂടും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ സൈസ് ഒരുപാട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? ഓർഡറിങ് കോസ്റ്റ് കൂടും. കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. സോ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി, അതിൻ്റെ ഇടയിലൊരു ബാലൻസിങ് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സോ ഇഫ് ഓർഡറിങ് കോസ്റ്റ് ഈസ് ഹൈ, ക്യാരിയിങ് കോസ്റ്റ് വിൽ ബി ലോ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ക്യാരിയിങ് കോസ്റ്റ് അറ്റ് എ point and the total of ordering cost and carrying cost will be the minimum. Such a point is called economic order quantity. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഓർഡറിങ് കോസ്റ്റും അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആയിട്ട് വരികയും അതായിരിക്കും ഈ ഓർഡറിങ് കോസ്റ്റിൻ്റെയും ക്യാരിയിങ് കോസ്റ്റിൻ്റെയും ഏറ്റവും മിനിമൽ പോയിന്റും. അപ്പോൾ ആ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യബിൾ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതായിരിക്കും നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് EOQ പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത്. പിന്നെ ABC അനാലിസിസ് പറയുന്നുണ്ട്. ABC അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫേമിലുള്ള മൊത്തത്തിലുള്ള ഇൻവെൻട്രിയെ നമ്മൾ 3ആയിട്ട് കണക്കാക്കുകയാണ്, ABC എന്നുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഇൻവെൻട്രീസിനെ നമ്മൾ A കാറ്റഗറി, പിന്നെ വിലപിടിപ്പുള്ളത് B, പിന്നെ വിലപിടിപ്പ് ഏറ്റവും ചീപ്പായിട്ടുള്ളത് C. അപ്പോൾ ഈ A എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഗുഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയുണ്ടാവും. അതേസമയം B ആൻഡ് C എന്ന് പറയുന്നത് കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ളതാണ്, അതിന് മിഡിൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. C എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളതാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമായുള്ള ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ABC അനാലിസിസ് പറയുന്നത്. JIT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇൻവെൻട്രി ഒന്നും സ്റ്റോർ ചെയ്യാതെ ജസ്റ്റ് ഇൻ ടൈം നമുക്ക് ഒരു പ്രൊഡക്ഷൻ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇൻവെൻട്രി കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് JIT പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം ഓഫ് പ്രൊഡക്ഷൻ വി ആർ തിങ്കിങ് അബൌട്ട് ഇൻവെൻട്രി. അടുത്തത് പാക്കേജിംഗ് ആണ്. പാക്കേജിങ് നമുക്കറിയാം, പണ്ട് തൊട്ടേ നമുക്കറിയാം അഡ്വർടൈസിങ് ടൂളാണ്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പാക്കേജ് എപ്പോഴും ഒരു പ്രൊമോഷണൽ ടൂള് തന്നെയാണ്. പിന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റിനെ, അതേപോലെ തന്നെ അത് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്താണ് സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അതിനാണ് പാക്കേജിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് എൻഹാൻസസ് ദി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് അപ്രോപ്രിയേറ്റ് കണ്ടെയ്നേഴ്സ് ഫോർ പ്രൊഡക്റ്റ്. ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. പാക്കേജിംഗ് പ്രൊട്ടക്ട്സ് ദ പ്രൊഡക്ട്സ് വൈൽ ഇൻ സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് പ്രൊവൈഡ്സ് കൺവീനിയൻസ് ടു ഹാൻഡിൽ ദം. എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്? പ്രൊട്ടക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, പ്രിസർവേഷൻ, പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്നെസ്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, കൺവീനിയൻസ്. ഇതെല്ലാമാണ് പാക്കേജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദിസ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. Proper handling of material and finished products constitute an important activity of logistic management. Material handling refers to physical handling of material, work in progress, finished products, both inside and outside the firm, not firm. അപ്പോൾ ഒരു ഫേമിൻ്റെ അകത്ത് പുറത്തുനിന്ന് അകത്തേക്കും ആ ഫേമിൻ്റെ ഉള്ളിൽ നിന്നും ആ ഫേമിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കും ഒക്കെയുള്ള മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇവയുടെ എല്ലാം ഹാൻഡിലിംഗ് ആണ് ഈ മെറ്റീരിയൽ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഹാൻഡിലിങ്ങിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഇൻവോൾവിങ് ദ മൂവ്മെൻറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് സ്റ്റോറിങ് സബ്സ്റ്റൻസസ് ഇൻ എനി ഫേം. നമുക്ക് ഒരു ഫേമിലേക്ക് വരുന്നത്, ഫേമിൻ്റെ അകത്തുള്ളത്, ഫേമിൽ നിന്ന് പുറത്തേക്കുള്ള പോക്ക്, ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ആർ ഫെമിലിയർ വിത്ത് കൺവേയേഴ്സ്, ക്രെയിൻസ്, എലിവേറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രക്സ് എക്സെട്ര. കൺവേയേഴ്സ് ഒക്കെ ഇതൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. കൺവേയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓരോ ബെൽറ്റിലൂടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നത്. യൂസ് ടു മൂവ് മെറ്റീരിയൽസ് ഓവർ എ ഫിക്സഡ് പാത്ത് ബൈ ബെൽറ്റ് ഓർ ചെയിൻ. ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ഇങ്ങനെ നീങ്ങുക. ക്രെയിൻസ് ഉണ്ട്, ക്രെയിൻസ് ലിഫ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഗുഡ്സ് ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ ക്രെയിൻസ് യൂസ് ചെയ്യും. എലിവേറ്റേഴ്സ് ഉണ്ട്, യൂസ്ഡ് ടു മൂവ് ദ മെൻ ആൻഡ് ഗുഡ്സ് ബിറ്റ്വീൻ ടു ഫ്ലോർസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മൂവ് മെൻ ആൻഡ് ഗുഡ്സ് ബിറ്റ്വീൻ ടു ഫ്ലോർസ്. ഓരോ എലിവേറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് ലിഫ്റ്റ്.
പിന്നെ ഇൻഡസ്ട്രിയൽ ട്രക്സ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റിൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കുന്ന ട്രക്കുകൾ. ഇതൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും പല എലമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് നോക്കിയത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിങ്, അതേപോലെ ഇൻവെൻട്രി, പിന്നെ വെയർഹൗസിങ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് order processing. So hope the concepts and elements of logistic management is clear to you. Thank you.